ഹലോ ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നങ്ങനെ ഫാമിലിയായിട്ട് നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് കരുതി. കസിനും അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുബായിലെ ഒരു ലാൻഡ് മാർക്ക് കാണാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര മറ്റെങ്ങോട്ടുമല്ല, ദുബായിലെ ഗ്ലോബൽ വില്ലേജിലേക്കാണ്. കണ്ടുവരാം ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ മനോഹരമായ കാഴ്ചകൾ. ഈ ദൂരെ കാണുന്നതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ എൻട്രൻസ്. ഞങ്ങൾ വണ്ടി ഒന്ന് പാർക്കിങ്ങിൽ ഇട്ടതിന് ശേഷം അവിടെ നിന്ന് നടന്നാണ് മെയിൻ എൻട്രൻസിലേക്ക് എത്തിയത്. ബഗ്ഗി സൗകര്യം അവൈലബിൾ ആണ്. പാർക്കിംഗ് സ്ലോട്ടിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സൗകര്യം എടുക്കാവുന്നതാണ്. ദുബായിയുടെ പല ഭാഗത്തു നിന്നും ഗ്ലോബൽ വില്ലേജിലേക്ക് ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. മെയിൻ എൻട്രൻസിനോട് അടുത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ഒരു ചായയും ചെറിയൊരു സ്നാക്സ് എല്ലാം കഴിച്ച് ഒന്ന് റിഫ്രഷ്മെൻറ്റ് ആകാമെന്ന് കരുതി. അതിനുശേഷമാണ് ഞങ്ങളെ അകത്തോട്ടുള്ള യാത്ര ആരംഭിച്ചത്. ഗ്ലോബൽ വില്ലേജിന് അകത്ത് കയറുമ്പോൾ ആദ്യമായി നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതുതന്നെയാണ്. നാട്ടിൽ പോലെ ഒരു ഉത്സവത്തിൻ്റെ ഫീലിംഗ് ആണ് ഈ ബലൂണും മറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള കാഴ്ചകളുടെ ഒരു വിസ്മയ ലോകം തന്നെയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലുള്ള പലവിധ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരുപാട് ഷോപ്പുകൾ അകത്തുണ്ട്. പല രാജ്യങ്ങളുടെ പല കൗണ്ടറുകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ വിളിച്ചോതുന്ന ഗ്ലോബൽ വില്ലേജിൻ്റെ 28ാമത്തെ സീസണിലാണ് ഞങ്ങൾ പോയത്. വളരെ മനോഹരമായി ഐദിൻ ഒരാളെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹം കാശ് എണ്ണുന്നതും അദ്ദേഹത്തിൻ്റെ വസ്ത്രവിധാനവും ഐദിൻ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ആ കാഴ്ച ഇങ്ങനെ കണ്ട് ഐദിനോടൊപ്പം ചേർന്നു. യാത്രയിലുള്ള ക്ഷീണമെല്ലാം മാറി ഐദിൻ ഒന്നും കൂടെ ഇപ്പോൾ ഒന്ന് ആക്റ്റീവായിട്ടുണ്ട്. തൊട്ടടുത്ത് കണ്ട ടെലഫോൺ എക്സ്ചേഞ്ചിനെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള ഒരു ബോക്സിന് അകത്ത് കയറിയാണ് ഇപ്പോൾ ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. कैसे पता होगा? 80ലധികം രാജ്യങ്ങളുടെ പവലിയനാണ് ഈ ഒരു ഗ്ലോബൽ വില്ലേജിനകത്തുള്ളത്. വ്യത്യസ്ത തരം സംസ്കാരത്തെയും ഭക്ഷണ വൈവിധ്യങ്ങളെയും നമുക്കിവിടെ കാണാൻ കഴിയും. കച്ചവടപരമായ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3-4 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിവരും ഇത് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ. കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളും ഭക്ഷണ വൈവിധ്യങ്ങളോട് കൂടിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഇതിനകത്തുണ്ട്.
سهلا 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 سهلا. അപ്പം നമ്മൾ ഗ്ലോബൽ വില്ലേജ് മൊത്തം കണ്ട് എല്ലാ പവലിയൻസും ഏറെക്കുറെ എല്ലാ പവലിയൻസും കണ്ട് നമ്മളിപ്പോൾ എക്സിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എക്സൈറ്റഡ് ആണോ കണ്ടു കഴിഞ്ഞതിൽ? ഒരുപാട് രാജ്യങ്ങൾ കണ്ടു അല്ലേ? അതിൻ്റെ പല കൾച്ചറുകളും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടുത്തെ ഫുഡ് അതൊക്കെ കൊള്ളായിരുന്നല്ലോ. ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയും വരണം, എല്ലാവരുമായിട്ടും വരണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് ഗ്ലോബൽ വില്ലേജ്? നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. യുഎയിലുള്ള എല്ലാവരും വന്ന് കാണേണ്ടതാണ്. എന്താ പറയുക, ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാത്തിനും എല്ലാ പ്രവേശനവും കയറി അതിൻ്റെ കൾച്ചർ പരമായിട്ടും അല്ലാത്ത രീതിയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജ്? നല്ല അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നോ? എന്തൊക്കെ കണ്ടു? എല്ലാവരെയും കൊണ്ടുവരണം ആഗ്രഹമുണ്ട്. ഏതൊക്കെ പവലിയൻ കണ്ടു? എല്ലാ രാജ്യത്തിലും